അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഛത്തീസ്ഗഡിൽ നിലനിൽക്കുന്ന 2 നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അസിസി സിസ്റ്റേഴ്സിനെതിരെ കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങേക്കറിയാം 2 നിയമങ്ങളും. ഈ 2 നിയമങ്ങളും അവിടെ നിലവിൽ വന്നത് അവിടെ നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു സാമൂഹ്യ വിപത്തായി അവിടെ മതപരിവർത്തനം നിലനിൽക്കുന്ന ഘട്ടമുണ്ട്, മനുഷ്യക്കടത്ത് നിലനിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഈ ഘട്ടത്തിലാണ് 2 നിയമങ്ങൾ അവിടെ ഉള്ളത്. ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സിസ്റ്റേഴ്സിനെതിരെ കേസെടുക്കുന്നത്. ഇതിന് രാഷ്ട്രീയമായ ഒരു വിഭജനമാണോ നിയമപരമായ ഒരു പരിഹാരമാണോ ഇതിൽ അനിവാര്യം? നിലിമ, ഇന്ത്യൻ ഭരണഘടന രാജ്യത്താകമാനം നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 വിശദമായി ഒന്ന് വായിച്ചു നോക്കിയാൽ ഏതൊരു ഇന്ത്യക്കാരനും തന്റെ മതം ആഘോഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മത പ്രബോധനം നടത്തുന്നതിനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നു. ഇവിടെയാണ് മത പരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം ആ സംസ്ഥാനത്ത് മാത്രമുണ്ടെന്നും ആ സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അതിനെ കാണണമെന്നും മാത്രമല്ലല്ലോ 20ഓളം സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിർബന്ധിത മതപരിവർത്തനം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. 20ഓളം സംസ്ഥാനങ്ങളിൽ. ഇത് ഛത്തീസ്ഗഡിൽ മാത്രമല്ല. അങ്ങ് പറഞ്ഞതിലെ ഒരു വസ്തുതയില്ലായ്മ കൊണ്ടെന്ന് ഇടപെട്ടു പോയതാണ്. നീലിമ, സിസ്റ്റർ പ്രീതി മേരിയും അതുപോലെ തന്നെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ഏതു മതപരിവർത്തനമാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടത്തിയിട്ടുള്ളത്? അത് ആരെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്കാർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ആ 2 കാരുണ്യത്തിന്റെ മാലാകമാരെ ഇപ്പോ കാരിരുമ്പിന്റെ കൂട്ടിലടച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ ചേർത്തു പിടിക്കുന്നു എന്ന ഭീവത്സമായിട്ടുള്ള തർക്കത്തിൽ ഏർപ്പെടുകയാണ് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. 2014 ശേഷം ക്രിസ്ത്യൻ സമൂഹം, അങ്ങ് നിയമം അറിയാവുന്ന ഒരാളാണ്. ഒരു ആദിവാസി പെൺകുട്ടി പോലീസിനോട് പറയുകയാണ്, ഇന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, എന്നെ ബലമായി കൊണ്ടുപോകുകയാണ്, എനിക്ക് പോകാൻ താല്പര്യമില്ല, മതിയായ രേഖകളില്ല. അപ്പോൾ പോലീസിന്റെ മുന്നിലുള്ള വഴി എന്താണ്? ആ പെൺകുട്ടിയുടെ മൊഴി കണക്കിലെടുക്കേണ്ടേ? ഒരു ആദിവാസി പെൺകുട്ടിയാണ്, വലിയ പരിരക്ഷയുണ്ട് ആ വിഭാഗത്തിന് അവിടെയൊക്കെ. നിശ്ചയമായും ഒരു സംശയ കരുതി വേണ്ട. നിയമപരമായി തന്നെ കാര്യത്തെ സമീപിക്കും. BNSലെ 142, 153 വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് ഇപ്പോ ഛത്തീസ്ഗഡ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. 10 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. പക്ഷേ BNSS എന്ന് പറയുന്ന ഈ BJP ഗവൺമെന്റിനെ അവതരിപ്പിച്ച നിയമത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഫാക്ട് ചെക്കിംഗ് പോയിന്റ്, ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അവരെ കാരിരുമ്പിൽ കൂട്ടിലേക്ക് അയക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല? അന്വേഷിച്ചു വസ്തുതാ വിവര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? നിയമത്തിൽ ഒരു തടസ്സമില്ലല്ലോ. ഈ പറഞ്ഞ അവരെ മതപരിവർത്തനത്തിന് കൊണ്ടുപോവുകയാണോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തണ്ടേ? നിങ്ങളൊരു കാര്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, വിചാരധാര എന്ന് പറയുന്ന RSSന്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായി ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കളുടെ കൂട്ടത്തിൽ 3 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒന്ന് ക്രിസ്ത്യനും, മറ്റൊന്ന് മുസ്ലിമും, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകളുമാണ്. ഇന്ത്യയിൽ 2014 ശേഷം രാജ്യത്ത് ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടന്നു വരുന്ന അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങൾ പറയുമ്പോൾ അതിനെതിരെ ഈ കേരളത്തിലെ BJP, കേരളത്തിലെ ചില സംഘടനകളെയും ചില ക്രിസ്ത്യൻ സംഘടനകളെയും അതുപോലെ ചില പാതിരിമാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ക്രിസ്തീയ സമൂഹത്തിനൊപ്പം കേക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാചാകസത്തിനപ്പുറം മറ്റെന്തെങ്കിലും നടക്കുന്നുണ്ടോ? കേരളത്തിന് പുറത്ത്, കേരളത്തിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ഭീഷണി നേരിടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിലില്ല. പക്ഷെ കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്തീയ സമൂഹം അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾ, ആ പീഡനങ്ങൾ പലപ്പോഴും ഞങ്ങൾ സമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന RSSനും BJPക്കും ഹാലിളകുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വസ്തുത. എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ സാമുദായിക സമവാക്യം, സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ചേർത്തു പിടിച്ചുകൊണ്ട് എങ്ങനെയും ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതിന്റെ പരീക്ഷണശാലയായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നടന്നത്. അതേ പരീക്ഷണം ഈ കേരളത്തിന്റെ മധ്യ തിരുവിതാംകൂറിലും എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ പരീക്ഷിച്ചു വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതിന്റെ വലിയ ശുഭപ്രതീക്ഷയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ്
ഇപ്പോ ക്രിസ്ത്യൻ സമൂഹം കൃത്യമായി ഇക്കാര്യത്തിൽ ബോധ്യം വന്നിരിക്കുന്നത്. Yes, yes. തങ്ങൾ പീഡനം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്ന ആ നറേറ്റീവ് വളരെ കൃത്യമാണ്. BJP വേഴ്സസ് ക്രിസ്ത്യൻ സമുദായം എന്ന് പറയുന്ന ആ അജണ്ടയിലേക്ക് നിങ്ങൾ ഈ വിഷയത്തെ വലിച്ചു കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു സാവകാശമില്ലാതെയാണ് അവിടെ ന്യൂനപക്ഷ വേട്ട, ക്രൈസ്തവ വേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്ത്യ സഖ്യം വലിയ വാളുമായി ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് വളരെ കൃത്യമാണ്. ഈ പറയുന്ന ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇവിടെ വലിയ വേട്ട നടക്കുന്നു. എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്? അവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സംവിധാനത്തെ ബന്ധപ്പെടാൻ ഇപ്പോൾ നിങ്ങൾ തെരുവുകളിൽ പ്രകടനം നടത്തുന്ന, പ്രതിഷേധ ജ്വാല ഉയർത്തുന്ന നിങ്ങൾ നിയമപരമായി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇടപെടൽ അവിടെ ഛത്തീസ്ഗഡ് ഗവൺമെന്റുമായി നടത്തിയോ? പകരം നിങ്ങൾ പറയുന്ന BJP തന്നെയാണ്, അവിടെ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരിനെയും ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെയും ഈ വിഷയത്തിൽ ഇടപെടുവിപ്പിക്കുന്നതും വളരെ കൃത്യമായ നടപടികൾ അവിടെ കൈക്കൊള്ളുന്നതും. അനൂപ് ആന്റണി അവിടെ നിൽക്കുകയാണ്. സ്വാഭാവികമായും ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ, ആ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി ഉള്ള ശ്രമമാണ് BJP നടത്തുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നീക്കമുണ്ടായോ ഇത്തരത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിക്കുന്നതിന് പകരം? അങ്ങ് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും വിഷ്ണുദേവ് സായി തന്നെയല്ലേ? ആ വിഷ്ണുദേവ് സായി ആണല്ലോ കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ ഗുരുതര കുറ്റകൃത്യമാണ് ഈ രണ്ട് കന്യാസ്ത്രീമാരും നടത്തിയിട്ടുള്ളത് എന്ന് പൊതുസമൂഹത്തിലോട് വിളിച്ചു പറഞ്ഞത്. ഒരു സെക്കൻഡ് ശ്രീ ഉല്ലാസ് ബാബു, അതിലൊരു വ്യക്തത വേണം. ശ്രീ BN ഹസ്കർ, അതിൽ നീതി പുലരണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രവുമല്ല, ഇത് പെൺമക്കളുടെ വിഷയമാണ്. ആ പെൺമക്കളെ രാഷ്ട്രീയമായി വലിച്ചിഴക്കരുത്. ആ പെൺകുട്ടികളുടെ മൊഴിയാണ് ഇപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലുള്ളത്. അതാണ് വലിയ പ്രശ്നം. ശ്രീ ഉല്ലാസ് ബാബു. അല്ലല്ല, വിഷ്ണുദേവ് സായിയുടെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു വന്ന് ബഹുമാനായിട്ടുള്ള ഹസ്കറുടെ വാക്കുകൾ ഞാൻ കേട്ടു. അദ്ദേഹം അത് അവരുടെ അജണ്ടയാണല്ലോ. അവരുടെ അജണ്ട എന്താണ്? ഇപ്പോൾ ഇവർ തമ്മിൽ തല്ലിക്കുക എന്നുള്ള. അദ്ദേഹം എന്താണ് പറഞ്ഞത്? 3 daughters from Narayanpur were promised nursing training and subsequent job placements. They were handed over to 2 nuns at Darg station by the person from Narayanpur who were taking the girls to Agra. Though inducement and attempt was being made and engaged to human trafficking and conversion, this is a serious matter related to women's safety. The investigation in the case is still ongoing. The matter is under judicial review and the law will take its course. Chhattisgarh is a peaceful state where people of all religion and communities live in harmony. It is extremely unfortunate to give a political color to the issue related to the safety of our bastard daughters. എന്ന് പറഞ്ഞാൽ എന്താണ് ഹസ്കർജി? അവിടെ ഒരു 3 കുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഒരു വ്യക്തി കൊണ്ടുവന്ന് ദർഗ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അതിനകത്തൊരു അറ്റംപ്റ്റ് നടന്നതായിട്ട് പോലീസ് സംശയിക്കുന്നു. FIR നിങ്ങൾ എഴുതി നോക്കണം. FIRനെ അനുബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് പോലീസ് FIR അനുബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. FIR എടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. സ്വാഭാവികമായിട്ട് FIR തെറ്റുണ്ട് എങ്കിൽ മജിസ്ട്രേറ്റ് നിങ്ങൾ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ BJP അല്ലല്ലോ റിമാൻഡ് ചെയ്തത്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലേ. അപ്പോൾ നിയമവാഴ്ചയുള്ള നാട്ടിൽ പോലീസ് FIR ഇടുന്ന സമയത്ത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അത് തെറ്റാണ് എങ്കിൽ പരിപൂർണമായിട്ട് വലിച്ചെറിയുന്നു ആ FIR തെറ്റുണ്ടെങ്കിൽ. അപ്പോൾ FIRനകത്ത് എവിടെയോ, ഞാൻ കന്യാസ്ത്രീമാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ, KCBCയുടെ ബഹുമാനനായിട്ടുള്ള പ്രതിനിധി അതിനെ തെറ്റിദ്ധരിക്കേണ്ട, അവിടെ ഈ കുട്ടികളെ ഇവിടേക്ക് എത്തിച്ച പ്രവൃത്തിയിൽ തെറ്റുണ്ട് എന്നുള്ളൊരു ധാരണ കുട്ടികളുടെ മൊഴിയിൽ നിന്ന് വന്ന അടിസ്ഥാനത്തിൽ ആ പരസ്പര വിരുദ്ധ മൊഴിയെ കൃത്യമാക്കേണ്ട ഉത്തരവാദിത്തമുള്ള പോലീസ് അതിന് FIR ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ FIR ഞാൻ ചോദിച്ചോട്ടെ, ഒരു നെഗറ്റീവ് നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾക്കതിലേക്ക് KCBCയുടെ പ്രതിവായിട്ടുള്ള പ്രതിനിധിയോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു വക്കീൽ എന്ന രീതിയിൽ ഞാൻ ചോദിക്കട്ടെ. ബഹുമാനരായിട്ടുള്ള കന്യാസ്ത്രീകളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്ത്, ഞങ്ങൾ ജോലിക്ക് ആളെ കൊണ്ടുവരാം. ആ കൊണ്ടുവന്ന ആളും ആ കൊണ്ടുവന്ന കുട്ടികളും പരിപൂർണമായിട്ട് രേഖകളിലൂടെയാണ് എന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പുള്ളത്? നിങ്ങളവിടെ ആരെങ്കിലും അന്വേഷിച്ചിരുന്നോ? കന്യാസ്ത്രീമാരെ അവർ പറ്റിക്കുകയായിരുന്നുവെങ്കിലോ, അവർ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെങ്കിലോ, സ്വാഭാവികമായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടികൾ തെറ്റായി മൊഴി കൊടുത്തിരുന്നതെങ്കിലോ ആ കൊടുത്ത മൊഴിക്കനുസരിച്ച് പോലീസ് കേസിടണ്ടേ? ഇവിടെയാണെങ്കിൽ ആ കേസിടണ്ടേ? അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതിനെക്കുറിച്ച് പറയുക? നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ കേസിടേണ്ട ഒരു കാര്യമില്ല. ഒരു കുട്ടി പറയുകയാണ്, അല്ല എൻ്റെ സമ്മതത്തോടു കൂടിയില്ല ഞങ്ങളെ കൊണ്ടുപോകുന്നത്, മനഃപൂർവ്വം കൊണ്ടുപോകുന്നു,
എനിക്കൊരു താല്പര്യമില്ല എന്ന് ഒരു കുട്ടി പറഞ്ഞാൽ കേസ് കൃത്യമായിട്ട് ഇടില്ലേ പോലീസ്? അവിടെ സ്വാഭാവികമായിട്ട് ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നിയമസഹായം കൊടുക്കാൻ BJP ഇവിടുന്ന് കൃത്യമായിട്ട് BJPയും നിങ്ങളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ തീരുമാനമെടുത്തത്? ബഹുമാനായ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് ഇടപെട്ടില്ലേ? അപ്പോൾ BJPക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നെങ്കിൽ ബഹുമാനായ രാജീവ് ചന്ദ്രശേഖർ അതിൽ ഇടപെടുമായിരുന്നോ? അദ്ദേഹം കൃത്യമായിട്ട് ഇടപെട്ടില്ല. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹസ്കറിൻ്റെ പാർട്ടി ഉണ്ടല്ലോ, ഇവരുടെ ആവശ്യമെന്ന് പറയപ്പെടുന്നത് ക്രൈസ്തവ. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം എന്തിനാണ് സാറ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായ? സുരേഷ് ഗോപി ജയിച്ചത് തൃശ്ശൂരിലെ ക്രൈസ്തവരുടെ കൂടി വോട്ട് കിട്ടിയിട്ടാണെന്ന് മറ്റേ പാർട്ടി മീറ്റിങ്ങിൽ ചർച്ച നടത്തിയവർ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? തൃശ്ശൂരിലെ ക്രൈസ്തവർ എന്നല്ല, തൃശ്ശൂരിലെ ജനങ്ങളെന്ന് പറയാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തയ്യാറില്ല. അവർ ജനങ്ങളെ ക്രൈസ്തവനായും മുസൽമാനായും നായരായും ഇഴവനായും ഏഷ്യനായും അതേപോലെ തന്നെ SC ആയും ST ആയിട്ടും കാണാനേ അവരിപ്പോഴും ആഗ്രഹിക്കുന്നുള്ളൂ. അവർ മനുഷ്യരായി തൃശ്ശൂരിലെ വോട്ടർമാരാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് എന്നിവരുടെ പാർട്ടി ചർച്ച ചെയ്യില്ല. അത് KCBC മനസ്സിലാക്കണം. ഇവർക്ക് ഇപ്പോഴും ക്രൈസ്തവൻ മുസൽമാൻ ഇസ്രായേൽ വിഷയത്തിൽ ഇവരെടുത്ത തീരുമാനം എന്താണ് ഇസ്രായേൽ വിഷയത്തിൽ ഭാരത സർക്കാർ എടുത്ത തീരുമാനം? ഭാരത സർക്കാർ കൃത്യമുള്ള തീരുമാനം എടുത്തില്ല. അതല്ലേ ശരി? അവിടെ തീവ്രവാദ പ്രവർത്തനത്തിന് കൃത്യമായിട്ട് ഇസ്രായേൽ സർക്കാർ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിനെതിരെ തീരുമാനമെടുത്തവരാണ് ഇവർ. എന്തടിസ്ഥാനത്തിൽ? അപ്പോൾ ഇസ്ലാമിക വോട്ടുകൾക്ക് വേണ്ടി ഇവർ തീരുമാനമെടുത്തു. അവിടെ നിങ്ങളെ പറ്റിച്ചു, ക്രിസ്ത്യൻ സമൂഹത്തെ ഇവർ ചതിക്കും. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വരുന്ന സമയത്ത് ക്രിസ്ത്യൻ സമൂഹത്തെ ഡെവലപ്പ് ചെയ്ത് കാണിച്ചുകൊണ്ട് മണിപ്പൂർ വിഷയം വന്ന സമയത്ത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പ്രതിനിധികൾ തന്നെ കൃത്യമായി മണിപ്പൂർ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഇത്? അവിടെ ഒരു രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ വിഷയമല്ല. അവിടുത്തെ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള തർക്കത്തെ നിങ്ങൾ അനാവശ്യമായി ചിത്രീകരിക്കപ്പെടേണ്ടതില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതിനെ വക്രീകരിക്കുന്നു. എന്നിട്ട് ഇവിടെ പള്ളികൾ പൊളിക്കാനായിട്ട് അതിനുവേണ്ടി ഓടി നടക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. കോൺഗ്രസ്സുകാരുടെ പരിപാടി എന്താ? ഇതേ നിലപാട് തന്നെ ഇവന്മാർ തുടരുന്നത്. അപ്പൊ രാഷ്ട്രീയ തട്ടിപ്പിന് വേണ്ടിയും രാഷ്ട്രീയം വളരെ കൃത്യമാണ്. അമ്മാനമാടുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് എനിക്കൊരു താഴ്മയായിട്ടുള്ള അപേക്ഷയാണ്. ഓക്കെ.